ധർമ്മമെന്ന് പറയുന്നത്, മൂല്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യർക്ക് സ്വയം തീരുമാനിക്കാൻ സാധ്യമല്ല. അങ്ങനെ തീരുമാനിക്കുമ്പോൾ അത് വലിയ അപകടങ്ങളിലേക്ക് എത്തിച്ചേരും. അതിൻ്റെ പരിണിതിയാണ് ഇന്ന് വർത്തമാനകാല ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവദൂതന്മാരിലൂടെയാകണം മൂല്യങ്ങൾ, ധർമ്മം, നന്മ മനുഷ്യൻ തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ, സൂചിപ്പിക്കപ്പെട്ടതുപോലെ ദൈവിക ഗ്രന്ഥം പ്രകാശിപ്പിക്കുന്ന ഈ മഹിതമായ സത്യം അഥവാ പ്രവാചകന്മാരിലൂടെ കാലക്രമത്തിൽ സമൂഹത്തിൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൗത്യം ധർമ്മവും നന്മയും നീതിയും മൂല്യവും മനുഷ്യൻ മനസ്സിലാക്കാനും തിരിച്ചറിയുവാനുമാണ്. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് വയളഉ അൻഹും മിസ്റഹും വല്ലഗ്ലാൽ അല്ലതി കാനത് അലൈഹിം എന്ന് ഖുർആൻ പറഞ്ഞു വെച്ചത് അതാണ്. പ്രവാചകന്മാരൊക്കെയും നിർവഹിച്ച ദൗത്യം അതാണ്. നന്മയിലേക്ക്, സകലമാന നന്മയിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്നു. എല്ലാ തിന്മകളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും മനുഷ്യരെ തടയുന്നു. അവർക്ക് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത്, അവരുടെ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ളത്, അവർക്ക് ആഹരിക്കുവാനും ഉപഭോഗിക്കുവാനും അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നീചവും നികൃഷ്ടവും മ്ലേച്ഛവുമായ സംഗതികൾ മനുഷ്യർക്ക് നിഷിദ്ധമാക്കുകയും അതിൽ നിന്നവർ അകന്നു നിൽക്കണമെന്നവരെ ഉപദേശിക്കുകയും ചെയ്യുന്നു. എല്ലാത്തിലും ഉപരിയായി അവരെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന, അവരെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതികമായിട്ടുള്ള പാരതന്ത്ര്യത്തിന്റെ സകലമാന ചങ്ങലക്കെട്ടുകളിൽ നിന്നും അവരെ മോചിപ്പിച്ചുകൊണ്ട് ആത്മീയമായിട്ടുള്ള സംസ്കരണത്തിന്റെ ഉന്നതമായിട്ടുള്ള മൂല്യവത്തായിട്ടുള്ള പാതയിലേക്ക്, പാന്താവിലേക്ക്, സരണിയിലേക്ക് അവരെ നയിക്കുക എന്നുള്ളത് ദൈവനിയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർ ഇവിടെ നിർവഹിച്ചു പോന്നിട്ടുള്ള കാര്യമാണ്. അത് മനുഷ്യർ തീരുമാനിക്കേണ്ടതല്ല. മനുഷ്യർ ധർമ്മത്തെ സംബന്ധിച്ച്, മൂല്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കുകയാണെങ്കിൽ, എനിക്ക് മുമ്പുള്ള പ്രഭാഷകന്മാർ സൂചിപ്പിച്ചതുപോലെ, മനുഷ്യൻ ഇവിടെ പെണ്ണിന്റെ മദ്യത്തിന്റെ അടിമകളായിട്ട് അരാജകവാദം പടർന്നു പന്തലിച്ച് ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാകുന്ന, തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും. നമുക്കങ്ങനെയുള്ള വലിയ മഹാന്മാരെന്ന്, ചരിത്ര പുരുഷന്മാരെന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സങ്കല്പങ്ങൾ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ പ്രഗത്ഭ ബ്രിട്ടീഷ് ചിന്തകനായിട്ടുള്ള ബെർട്രാൻഡ് റസൽ സ്വതന്ത്ര ലൈംഗികതയെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യയ ശാസ്ത്രങ്ങൾ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചു. വ്യഭിചാരത്തിൽ നിന്ന് മുക്തമാകുവാൻ മനുഷ്യൻ വിവാഹം കഴിക്കുകയാണ് പരിഹാരമെന്ന് പറഞ്ഞപ്പോൾ, അതാണ് ധാർമ്മികത എന്ന് പറഞ്ഞപ്പോൾ, അതാണ് ദൈവിക മതം മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞപ്പോൾ, അദ്ദേഹം പറഞ്ഞത് പുകവലിയിൽ നിന്ന് മുക്തി നേടാൻ നാക്കിൽ ആസിഡ് ഉറ്റിക്കുന്നതിന് തുല്യമാണ് വ്യഭിചാരത്തിൽ നിന്ന് മുക്തമാകാൻ കല്യാണം കഴിക്കുന്നത് എന്നാണ് ബെർട്രാൻഡ് റസൽ പറഞ്ഞു വെച്ചത്. വ്യക്തികൾ മൂല്യങ്ങൾ തീരുമാനിക്കുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള അരാജകത്വത്തിലേക്ക് എത്തും. ഡേവിഡ് ഹ്യൂം, വോൾട്ടയർ, ജീൻ ജാക്കിസ് റൂസോ, ആദം സ്മിത്ത് തുടങ്ങിയ നാസ്തികവാദികളുടെയൊക്കെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള മൂല്യസങ്കല്പങ്ങൾ എടുത്തു നോക്കുകയാണ് എങ്കിൽ ഈ നാട്ടിൽ ഇന്ന് പടർന്നു പന്തലിച്ചിട്ടുള്ള ലിബറലിസത്തിന്റെയും അരാജകവാദത്തിന്റെയും അതിന്റെ യഥാർത്ഥ ഉൽപാദകർ അവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, സദാചാര പൊതുബോധങ്ങൾക്ക് അരാജകത്വത്തിൻ്റെതായ പുതിയ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട്
യഥാർത്ഥത്തിൽ നാട്ടിൽ നാശവും അക്രമവും നാട്ടിൽ അരാജകത്വവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഈ രൂപത്തിലുള്ള മൂല്യസങ്കല്പങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പടിഞ്ഞാറൻ നാട് അത് ഏറ്റെടുത്തു. ആ ഏറ്റെടുത്തപ്പോൾ ഉണ്ടായ സംഭവം എന്താണ് എന്നുള്ളത് ഇവിടെ വിശദീകരിച്ചു. അമേരിക്കയിൽ ആകെയുള്ള കുട്ടികളിൽ 4-1 വീട്ടിൽ മാതാപിതാക്കളില്ല എന്നാണ്. 1.5 കോടി കുട്ടികൾക്ക് അവരുടെ വീട്ടുകളിലുള്ളത് രക്ഷിതാക്കളിൽ ഒരാൾ മാത്രമാണ്. അതാവട്ടെ ഭൂരിപക്ഷവും അമ്മമാർ മാത്രമാണ്. അക്ഷരാർത്ഥത്തിൽ അച്ഛനില്ലാത്ത അമേരിക്കയെയാണ് നമ്മൾ കാണുന്നത്. പടിഞ്ഞാറൻ ലോകം ഈ ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള മൂല്യസങ്കല്പത്തെ വാരിപ്പുഴുകിയപ്പോൾ അവിടെയുണ്ടായിട്ടുള്ള അരാജകത്വമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട് പട്ടിണി നാട്. യഥാർത്ഥത്തിൽ അവർ കൈയഴിച്ചിട്ടുള്ള അത്തരത്തിലുള്ള സങ്കല്പങ്ങളെ വാരിപ്പുണരുവാനുള്ള ശ്രമമാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് കുടുംബം എന്ന സങ്കല്പത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. കുടുംബം എന്ന് പറയുന്നത് അല്ലാഹു കനിഞ്ഞേകിയ വിലമതിക്കാനാകാത്ത ഒരു സമ്മാനമാണ്. കാത്തിരിക്കാൻ ചില മനുഷ്യരുണ്ട്, കയറി ചെല്ലാൻ ഒരിടമുണ്ട് എന്നുള്ള ബോധ്യമാണ് കുടുംബം. നമുക്കറിയാം, വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം നാട് വിട്ടു. ഏറെ കൊല്ലങ്ങൾ അലഞ്ഞു നടന്നു. അവസാനം ഒരു അർദ്ധരാത്രിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. കടന്നു വരുമ്പോൾ അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന് വേണ്ടി രാത്രി ഭക്ഷണം ഒരുക്കി വെച്ചിട്ട് കാത്തിരിക്കുന്ന രംഗമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ വരവിനെ കുറിച്ച് ഉമ്മ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഇല്ല മോനെ, നീ പോയ നാൾ അന്നു മുതൽ ഇന്നു വരെ നിന്നെ കാത്ത് നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി ഇങ്ങനെ ഭക്ഷണമൊരുക്കി കാത്തിരിക്കുമായിരുന്നു എന്ന് വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയിച്ചു. അദ്ദേഹം അദ്ദേഹത്തിന്റെ കഥകളിലൂടെ ഇത് നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ മാതൃസ്നേഹം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ ദൈവത്തിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധനയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണമെന്ന് ഉപദേശിക്കുമ്പോൾ ആ മൂല്യത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്ന സംഗതിയാണ്. പറവകൾ കല്യാണം കഴിക്കാറുണ്ടോ? അവർക്കിടയിൽ കൂട്ടുകുടുംബ ജീവിതമുണ്ടോ? മൃഗങ്ങൾക്കിടയിൽ അവരുടെ ബയോളജിക്കലായിട്ടുള്ള നീഡ്സ് നിറവേറ്റപ്പെടുന്നതിന് അവ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്തുകൊണ്ട് മനുഷ്യരും സ്വീകരിച്ചുകൂടാ എന്ന് മൈത്രേയനെ പോലെയുള്ള ആളുകൾ അങ്ങാടികളിൽ വിളിച്ചു പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലിബറലിസത്തിന്റെ പിന്നാലെ പോകുമ്പോൾ നാട്ടിലുണ്ടാകുന്ന അരാജകത്വവാദത്തെ തിരിച്ചറിയുവാനും തിരുത്തുവാനും വിശുദ്ധ ഖുർആനിന്റെ ദൈവിക ദർശനത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് മാതൃസ്നേഹം തിരിച്ചറിയേണ്ടത്. ഉമ്മയാണ് സ്വർഗം, ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം എന്ന ഒരു ബോധ്യം മക്കൾക്കുണ്ടാകുന്നത് ദൈവിക ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച മൂല്യത്തിൽ നിന്നുള്ളതാണ്. അത് കേവലം ബയോളജിക്കലായിട്ടുള്ള ആ രൂപത്തിൽ മുന്നോട്ട് വെച്ച ഭൗതികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു മൂല്യസങ്കല്പത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കുടുംബം എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു അടയാളമെന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചത്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ എന്ന ആയത്ത് പ്രകാശിപ്പിക്കുന്നത് മനുഷ്യരെ വിസ്മയിപ്പിക്കുന്ന ഒരു മഹാത്ഭുതമാകുന്നു അത് എന്നാണ്. അതെ, ഒപ്പം ഒരാളുണ്ട്, ഒറ്റക്കാവില്ല. ഈ ഒരു ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ കുടുംബം പ്രദാനം ചെയ്യുന്നത്, വിവാഹം പ്രദാനം ചെയ്യുന്നത്. ഇണയുടെ സ്വപ്നങ്ങളുടെ ചിറകരിയുന്നവരല്ല, മറിച്ച് അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് കൂടെ നിൽക്കുന്നവരായിരിക്കണം യഥാർത്ഥ ജീവിത പങ്കാളി. പുരുഷ മേധാവിത്വത്തിൻ്റെതായിട്ടുള്ള ഒരു ദാമ്പത്യ സങ്കല്പമല്ല ഖുർആൻ പറഞ്ഞു തരുന്നത്. ഇവിടെ തന്നെ അത് സൂചിപ്പിച്ചു. അസ്വാജ്, പേഴ്സ്, ജോഡികൾ എന്നാണ് പറഞ്ഞത്. പരസ്പര സ്നേഹത്തിന്റെ പങ്കുവെക്കലിന്റെ ഒരു പ്രയോഗമാണ് ഖുർആൻ അവിടെ നടത്തിയിട്ടുള്ളത്. ലിതസ്കുനൂ ഇലൈഹാ, പരസ്പരം സമാധാനം, ആത്മവിശ്വാസം, സാന്ത്വനം പ്രദാനം ചെയ്യാൻ കഴിയുന്നതാണ് കുടുംബം എന്നാണ് പറഞ്ഞത്.
തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാരോ അവനാണ് മാനവരിൽ ഉത്തമനെന്നാണ് പഠിപ്പിച്ചത്. ഇവിടെയാണ് ദൈവിക ദർശനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മൂല്യസങ്കല്പത്തിന്റെ പ്രസക്തി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വൈവാഹിക ജീവിതത്തിൽ ഓരോരുത്തർക്കും എടുക്കാനുള്ളതുണ്ട്, കൊടുക്കാനുള്ളതുണ്ട്. ഇവിടെ വേണ്ടത് ലിംഗസമത്വമല്ല, ഇവിടെ വേണ്ടത് ലിംഗനീതിയാണ്. ലിംഗനീതിയെ പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ട് വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, സ്ത്രീ ജനങ്ങൾക്ക്, സഹോദരിമാർക്ക് അവകാശങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. അവർക്ക് ബാധ്യതകളുമുണ്ട്. അവരോട് മാന്യമായി വർത്തിക്കണം എന്ന് ഖുർആൻ പറയുകയാണ്. പരസ്പരം ബാധ്യതകളെ സംബന്ധിച്ച്, അവകാശങ്ങളെ സംബന്ധിച്ച് ബോധമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് വിവാഹത്തിലൂടെ ഇസ്ലാം ഉദ്ദേശിച്ചിട്ടുള്ളത്. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന നിലയിൽ അരാജക പ്രസ്ഥാനങ്ങൾ ഇന്ന് സജീവമായി കൊണ്ടിരിക്കുകയാണ്. LGBTQ+++ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അരാജകവാദത്തിന്റെ വക്താക്കൾ ഇവിടെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ പരിഹരിക്കപ്പെടാവുന്ന ശാരീരികമായിട്ടുള്ള, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ പോലും കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതവും മെഡിക്കൽ ചൂഷണങ്ങളും പ്രൊമോട്ട് ചെയ്യാനുള്ള ടൂളുകളാക്കി മാറ്റുന്ന വിവാഹമെന്ന സങ്കല്പത്തിനെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പ്രചരണങ്ങളാണ് മനുഷ്യാവകാശത്തിന്റെ പേരിൽ LGBTQ++ എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ആളുകളുടെ അവകാശങ്ങളുടെ പേരിൽ ഇവിടെ ചില അരാജക പ്രസ്ഥാനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ലഹരിയും സ്വതന്ത്ര ലൈംഗിക ആഭാസങ്ങളും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ഈ ആളുകൾ മുന്നോട്ട് വെക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്റെ ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ ശരികളിൽ മാത്രം ഞാൻ ഉറച്ചു നിൽക്കുകയും വിട്ടുവീഴ്ചയ്ക്കും ത്യാഗത്തിനും തയ്യാറാകാതിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദൈവിക ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു കുടുംബം രൂപപ്പെടുകയില്ല. അതിരുകളും അതിർവരമ്പുകളും ഇല്ലാത്ത ഒരു ലോകത്ത് സ്വൈര ജീവിതം ഉണ്ടാവുകയില്ല. അവിടെയാണ് നിയമത്തിന്റെ, ചിട്ടയുടെ, നിയന്ത്രണത്തിന്റെ, വ്യവസ്ഥയുടെ പ്രാധാന്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുടുംബം എന്ന് പറയുന്ന ദൈവിക അനുഗ്രഹത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് മാത്രമേ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം സാധ്യമാകൂ എന്ന് പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരന്മാർ, വിവാഹത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന പുത്തൻ തലമുറ തിരിച്ചറിയേണ്ടതുണ്ട്. അരാജകവാദികൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. സ്ക്രീനിൽ നിന്ന് കണ്ണുകളെടുത്ത് നാം ഇവിടെ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കാൻ പഠിക്കണം. ഫേസ്ബുക്കിൽ, അതെ, ഫേസ്ബുക്കിലായിട്ട് നമ്മൾ തലകുനിച്ചു നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് മുഖമുയർത്തുവാൻ നമ്മൾ തയ്യാറാകണം. വിരലുകൾ കൊണ്ടുള്ള ചാറ്റുകൾ നിർത്തിയിട്ട് നമ്മളുടെ ഇണകളോടും മക്കളോടും മിണ്ടിത്തുടങ്ങാൻ നമ്മൾ പഠിക്കണം. പരസ്പരം അറിയാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയണം. അവിടെയാണ് കുടുംബം സമാധാനമാകുന്നത്. അവിടെയാണ് വീട് സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ ഇടമായി മാറുന്നത്. അതാണ് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. വിദൂരത്തുള്ള വിശേഷങ്ങൾ മാത്രമല്ല നമ്മൾ അറിയേണ്ടത്, നമ്മുടെ സമീപത്തുള്ളവരുടെ വർത്തമാനങ്ങൾ നാം അറിഞ്ഞിരിക്കണം. റിയൽ ലൈഫിൽ നിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി താഴോട്ടിറങ്ങി റിയൽ ലൈഫിന്റെ പൾസ് അറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതെ, നമ്മളുടെ മക്കൾക്ക് മുന്നിൽ നമ്മൾ റോൾ മോഡലുകളാകേണ്ടതുണ്ട്. റോൾ മോഡലുകളാകേണ്ടത് എങ്ങനെയാണ്? മുകളിലുള്ള ഒരുവൻ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്, നമ്മെ കാണുന്നുണ്ട് എന്ന ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവുകയും അത് തിരിച്ചറിഞ്ഞ് നമ്മളുടെ മക്കൾ വളരുകയും ചെയ്യണം. യസ്തഗ്ഫൂന മിനന്നാസ് വലാ യസ്തഗ്ഫൂന മിനല്ലാഹ്. യസ്തഗ്ഫൂന മിനന്നാസ്, ആളുകളിൽ നിന്ന് മറച്ചു വെക്കാൻ സാധിക്കും, പക്ഷേ പ്രപഞ്ചനാഥനിൽ നിന്ന്, സൃഷ്ടാവിൽ നിന്ന് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ട്? കണ്ണുകളുടെ ഒളിഞ്ഞു നോട്ടത്തെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നവയെ തിരിച്ചറിയുന്നവരാകുന്നു ദൈവം. നിങ്ങളുടെ നിരീക്ഷകനായിട്ട് മുകളിൽ ഒരുവനുണ്ട്. ഈ ഒരു ബോധ്യമാണ് മനുഷ്യനെ മാറ്റുന്നത്, നന്മയുടെ വക്താവാക്കി മാറ്റുന്നത്, ധർമ്മത്തിന്റെയും നീതിയുടെയും
മൂല്യത്തിന്റെയും പക്ഷം ചേരുവാൻ അവനെ നിർബന്ധിക്കുന്നത് ആ ഒരു ചിന്ത മാത്രമാണ്. അതാണ് ദൈവിക ദർശനം നമ്മളോട് പറയുന്നത്. അതാണ് ഖുർആൻ നിർവഹിച്ചിട്ടുള്ള ദൗത്യം. ലുക്മാനുൽ ഹക്കീം അലൈഹിസ്സലാത്തു വസ്സലാം ചെറുപ്പം മുതൽ തന്റെ മക്കളെ ഉപദേശിച്ചത് അങ്ങനെയാ. കുഞ്ഞുമോനെ അടുത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, കുഞ്ഞുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഹറ ഔ ഫീസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. മോനെ, വളരെ നിസ്സാരമായ കടുകുമണിയോളം ചെറുതായ ഒരു സംഗതിയാണെങ്കിൽ പോലും ആകാശഭൂമികളുടെ ഏതെങ്കിലും കോണുകളിലാകട്ടെ, കരിമ്പാറക്കെട്ടുകളിലാകട്ടെ, അത് ദൈവം തമ്പുരാൻ സൃഷ്ടാവ് ഹാജരാക്കുക തന്നെ ചെയ്യും. അതിനെ സംബന്ധിച്ച് വിചാരണയുണ്ടാകും. ഒരണുത്തൂക്കം നന്മ ചെയ്താൽ ആ നന്മ കാണുന്ന, അതിന്റെ പ്രതിഫലം അനുഭവിക്കുന്ന ഒരു വേദിയുണ്ട്. ഒരണുത്തൂക്കം തിന്മ ചെയ്താൽ ആ തിന്മയുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന ഒരു ലോകമുണ്ട്. ഈ ഒരു ബോധ്യമാണ് ചെറുപ്പത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്, നമ്മളിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതത്തിന് ഇത്തരത്തിലുള്ള ഖുർആൻ നിശ്ചയിച്ചിട്ടുള്ള ചിട്ടയും വ്യവസ്ഥയും ഉണ്ടാകണം. അതല്ല എങ്കിൽ, ആ ക്രമമില്ലെങ്കിൽ, ആ ചിട്ടയില്ലെങ്കിൽ, ആ നിയമമില്ലെങ്കിൽ ഇരുലോകത്തും നമ്മളുടെ ജീവിതം നഷ്ടമായി മാറും. നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ശുഹൈബ് മൗലവി സൂചിപ്പിച്ചതുപോലെ പ്രപഞ്ചനാഥനായിട്ടുള്ള അല്ലാഹുവാണ് എന്ന ബോധ്യമുണ്ടാകേണ്ടതുണ്ട്. അതെ, എന്റെ ശരീരം എന്റെ തെരഞ്ഞെടുപ്പല്ല, എന്റെ ശരീരം എന്റെ തെരഞ്ഞെടുപ്പല്ല, മറിച്ച് വലക്കത് ദറഹിന ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിൽ നിന്നും അതുപോലെ തന്നെ ജിന്നുകളിൽ നിന്നും ദൈവം തമ്പുരാൻ കുറെ ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രശ്നം? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കേണ്ട മനസ്സുകൾ അവർക്കുണ്ട്, പക്ഷേ ആ മനസ്സുകൾ ഉപയോഗിച്ച് ചിന്തിക്കാൻ അവർ തയ്യാറാകുന്നില്ല. വലഹും അയ്യുനുൻ ലാ യബ്സുറൂന ബിഹാ, കണ്ണുകളുണ്ട്, പക്ഷേ കാണേണ്ടത് ദൈവിക നിർദ്ദേശത്തിനനുസരിച്ച് കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട്, പക്ഷേ കേൾക്കേണ്ടത് കേൾക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഉലൈക കല്ലന്നാം, അവർ മൃഗങ്ങളെ പോലെയാണ്. അതെ, എന്റെ ശരീരം എന്റെ തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുന്ന ആളുകൾ മൃഗതുല്യമായിട്ടുള്ള ജീവിതത്തെയാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ മുന്നോട്ട് വെക്കുന്ന മൂല്യസങ്കല്പത്തിൽ പക്ഷികളും മൃഗങ്ങളും വേളി കഴിക്കാറില്ലല്ലോ, അവർ വിവാഹം നടത്താറില്ലല്ലോ, അവയുടെ ബയോളജിക്കൽ നീഡ്സ് ഇവിടെ നിർവഹിക്കപ്പെടുന്നില്ലേ? പിന്നെന്തിനാണ് മനുഷ്യന് അങ്ങനെ ഒരു വിവാഹ സങ്കല്പം, ഒരു ദാമ്പത്യ സങ്കല്പം എന്നൊക്കെ അവർ ചോദിക്കുന്നത്? ഖുർആൻ പറയുന്നത് നീ മൃഗമാവേണ്ടവനല്ല, നീ മൃഗമാവേണ്ടവനല്ല, മറിച്ച് നീ ചിന്തയുള്ള, ആലോചനയുള്ള, സംസാരശേഷിയുള്ള, ചിരിക്കാൻ കഴിയുന്ന, ദൈവിക നിയന്ത്രണത്തിനനുസരിച്ച് ജീവിക്കേണ്ട, വിചാരണയെ നേരിടേണ്ടി വരുന്ന, മരണാനന്തര ജീവിതത്തെ നേരിടേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് നീ, മനുഷ്യനാണ് നീ. അതുകൊണ്ട് നീ മനുഷ്യരായി ജീവിക്കണം എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം. നമുക്കറിയാമല്ലോ, കളി നിയന്ത്രിക്കാൻ റഫറി വേണം, നിയമങ്ങൾ വേണം. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഫുട്ബോൾ കളി സൗന്ദര്യമുള്ളതാവുക, അതിന്റെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ കഴിയുക? ഈ ജീവിതം എന്ന് പറയുന്നത് അതെന്റെ ഇഷ്ടം പോലെ എന്തും ചെയ്യാൻ, എന്തും ആസ്വദിക്കാൻ, എങ്ങനെയും നടക്കാൻ, എങ്ങനെയും ജീവിക്കാൻ അനുവദിക്കുകയാണ് എങ്കിൽ ജീവിതത്തിന്റെ സൗന്ദര്യം, ജീവിതത്തിന്റെ മനോഹാരിത അനുഭവിക്കാൻ സാധ്യമല്ല. അവിടെയാണ് ദൈവം പ്രസക്തമാകുന്നത്, അവിടെയാണ് പരലോകം പ്രസക്തമാകുന്നത്. പ്രപഞ്ചനാഥന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. അവന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് നീ ജീവിക്കുമ്പോ നിനക്ക് സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. ഇതൊരു യൂട്ടോപ്പിയ അല്ല, മറിച്ച് ഇത് യഥാർത്ഥമായിട്ടുള്ള ജീവിതമാ, യഥാർത്ഥമായ ജീവിതമാ. എന്തുകൊണ്ട്? മനുഷ്യന്റെ മനസ്സറിയുന്ന, മനുഷ്യനെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയമാണിത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം,
നിനക്കറിവില്ലാത്ത ബോധ്യമില്ലാത്ത സംഗതികളുടെ പിന്നാലെ പോകരുത്. നാട്ടിൽ പലതരത്തിൽ വിദ്വാൻമാരെന്നും ചിന്തകന്മാരെന്നും ചരിത്ര പുരുഷന്മാരെന്നും അവതരിപ്പിക്കപ്പെടുന്ന ആളുകൾ ഭൗതികമായിട്ടുള്ള കോണിലൂടെ മാത്രം നോക്കിക്കണ്ടുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന സങ്കല്പങ്ങളുടെ പിന്നാലെ നീ പോകരുത്. അത് വ്യക്തമായ ചിന്തയില്ലാത്തത് കൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ടാണ്. മറിച്ച് നീ എന്ത് ചെയ്യണം? ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിന്റെ കാത്, നിന്റെ കണ്ണ്, നിന്റെ കേൾവി, നിന്റെ ചിന്ത, നിന്റെ ആലോചനാശേഷി, ഇതെല്ലാം ദൈവത്തിങ്കൽ വിചാരണ ചെയ്യപ്പെടും, ചോദ്യം ചെയ്യപ്പെടും എന്ന ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നീ ജീവിക്കണമെന്നതാണ് ഖുർആൻ പറയുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു മൂല്യസങ്കല്പവും മനുഷ്യന് യോജിക്കാത്തതാണെന്ന് നാളിതുവരെ തെളിയിക്കാൻ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടില്ല. ഒരരാജകവാദിക്കും അതിന് സാധ്യമേയല്ല. മാത്രമല്ല, ഖുർആൻ നിഷിദ്ധമാക്കിയിട്ടുള്ള സംഗതികൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മോശമാണ്, തിന്മയാണ് എന്ന് വിധി എഴുതുന്നവ തന്നെയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു പ്രഖ്യാപിക്കുന്നത്, ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ. എന്റെ നാഥൻ, നബിയെ പറയുക, എന്റെ നാഥൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത്, പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നീചമായിട്ടുള്ള, നികൃഷ്ടമായിട്ടുള്ള, മ്ലേച്ഛമായിട്ടുള്ള സംഗതികളെ മാത്രമാണ്. വല്ലിസും കുറ്റത്തെയാണ്, പാപത്തെയാണ്. വൽ ബഗി ബിഗൈരിൽ ഹഖ് അന്യായമായ അതിക്രമത്തെയാണ്, അക്രമത്തെയാണ്. എല്ലാത്തിലും ഉപരി വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. ദൈവം ഒരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത, ബുദ്ധിയുടെയോ പ്രമാണത്തിന്റെയോ പിൻബലമില്ലാത്തവയെ ദൈവത്തിന് സമാനമാക്കുന്നതിനെയും മാത്രമാകുന്നു ദൈവം നിഷിദ്ധമാക്കിയിട്ടുള്ളത്, ഹറാമാക്കിയിട്ടുള്ളത് എന്ന് പ്രവാചകരെ അങ്ങ് പ്രഖ്യാപിക്കണം എന്നാ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ ഈ രൂപത്തിലാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തെ, അവന്റെ മൂല്യസങ്കല്പത്തെ മുന്നോട്ട് നയിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മനുഷ്യനെ സമ്പൂർണമായ സമാധാനത്തിന്റെ, സ്വാസ്ഥ്യത്തിന്റെ, സകലമാന ചൂഷണത്തിൽ നിന്നും, അന്ധവിശ്വാസത്തിൽ നിന്നും, അനാചാരത്തിൽ നിന്നും മുക്തമായിട്ടുള്ള ഒരു വിശ്വാസത്തിലേക്കാണ്, ഒരു ആദർശത്തിലേക്കാണ് മതം വിളിക്കുന്നത്. അവൻ നിർഭയനാവുകയാണ്. പ്രപഞ്ചനാഥനായിട്ടുള്ള അല്ലാഹുവിന്റെ അന്യൂനമായിട്ടുള്ള ഈ സൃഷ്ടിപ്പിനു മുന്നിൽ അതെ അവൻ പൂർണ്ണമായും സുരക്ഷിതനാണ് എന്ന ബോധം അവനിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് മന്ത്രവാദികളുടെയോ മാരണക്കാരുടെയോ ജ്യോത്സ്യന്മാരുടെയോ ചൂഷണങ്ങൾക്ക് അവൻ ഇരയാവുകയില്ല. അവന്റെ മാനവും അവന്റെ സമ്പത്തും ഇത്തരത്തിലുള്ള ആളുകളുടെ ചൂഷണങ്ങൾക്ക് വിധേയമായിട്ട് നഷ്ടപ്പെട്ടു പോവുകയില്ല. എന്തുകൊണ്ട് ദൈവം തമ്പുരാൻ തീരുമാനിച്ചതിനപ്പുറം ഒന്നും സംഭവിക്കുകയില്ല. അതെ, ഒരു ദുരിതം തനിക്ക് ബാധിച്ചാൽ ആ ദുരിതം നീക്കാൻ പ്രപഞ്ചനാഥനായിട്ടുള്ള പടച്ചവന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ഭൂമിയിലുള്ള ഒരു ജ്യോത്സ്യനും, ഒരു മന്ത്രവാദിക്കും, ഒരു മാരണക്കാരനും അതിന് സാധ്യമേയല്ല. അതാണ് അവന്റെ വിശ്വാസം. വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, മനുഷ്യർ പറയും അത് പ്രപഞ്ചനാഥനാണ് എന്ന്. വിശ്വാസി സമൂഹത്തെ ശരിയായ മൂല്യത്തിലേക്ക് തെളിക്കുകയാണ്, നയിക്കുകയാണ്. ബുദ്ധിയുടെയും ചിന്തയുടെയും പ്രമാണത്തിന്റെയും അടിസ്ഥാനത്തിൽ സത്യമായിട്ടുള്ള ദൈവവിശ്വാസത്തെ സ്വീകരിക്കുന്ന ആളുകളിലുള്ള വൈകല്യത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഖുർആൻ ഇവിടെ ചെയ്യുന്നത്. എങ്ങനെയാണ്? അങ്ങനെ അന്യൂനമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ഖുൽ, നീ പറ, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്,
ഇന്നറാദനിയല്ലാഹു ബിളുരിൻ ഹൽ ഹുന്ന കാശിഫാതു ളുരിഹി. അതെ, ആ ദൈവം തമ്പുരാനല്ലാത്ത ആർക്കെങ്കിലും ആ ദൈവം എനിക്കൊരു ദുരിതം നിശ്ചയിച്ചാൽ അത് നീക്കാൻ സാധ്യമാണോ? അത് നീക്കാൻ സാധ്യമേ അല്ല. അത് നീക്കാൻ സാധ്യമേ അല്ല. അവറാദനി ബിറഹ്മ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി. ദൈവം എനിക്കൊരു അനുഗ്രഹം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഒരു നന്മ വർഷിക്കാൻ ഉദ്ദേശിച്ചാൽ അതിനെ തടയാൻ ഏതെങ്കിലും മാരണക്കാരന് സാധിക്കുമോ? ജ്യോത്സ്യന് സാധിക്കുമോ? മന്ത്രവാദിക്ക് സാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? അന്യൂനമായിട്ടുള്ള പ്രപഞ്ചനാഥന്റെ ഈ പ്രപഞ്ച ലോകത്തിൽ ജീവിക്കുന്ന സൃഷ്ടിയായ ഞാൻ അവനിൽ വിശ്വാസമർപ്പിച്ച് അവനിൽ സർവസ്വവും ഏൽപ്പിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ എനിക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ആനന്ദമുണ്ട് എന്ന വിശ്വാസം അവന് വല്ലാത്ത നിർഭയത്വം നൽകുകയാണ്. നമുക്കറിയാം ഇന്നത്തെ യുവത എത്തിപ്പെട്ടിരിക്കുന്ന ഭയാനകമായിട്ടുള്ള അവസ്ഥ. നാട്ടിൽ നടക്കുന്ന തിന്മയ്ക്കെതിരിൽ, അഴിമതിക്കെതിരിൽ വിരൽ ചൂണ്ടേണ്ടത് യുവതയാണ്. പക്ഷേ ആ യുവത ഇന്ന് രാസലഹരിയുടെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയെയും പെങ്ങളെയും മറന്നുകൊണ്ടിരിക്കുന്നു, സ്വന്തം പിതാവിനെ മറന്നുകൊണ്ടിരിക്കുന്നു, സുഹൃത്തുക്കളെ മറന്നുകൊണ്ടിരിക്കുന്നു. കൊടും ക്രൂരമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള പിശാചിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വില്ലനായിട്ട് ലഹരി കടന്നു വരുമ്പോ അരാജകവാദികളുടെ വേദാന്തം കേട്ടിട്ട്, അരാജകവാദികളുടെ ഉപദേശം കേട്ടിട്ട് ഭൗതികതയിലൂന്നിയ അവരുടെ മൂല്യസങ്കല്പങ്ങളുടെ പിന്നാലെ പോയ സമൂഹം ഇന്നവരുടെ ജീവിതം ലഹരിക്കയങ്ങളിൽ ഇഞ്ചിഞ്ചായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് വിശുദ്ധ ഖുർആനിന്റെ ദൈവീക ദർശനത്തിന്റെ ലഹരി എന്ന് പറയുന്നത് സമീപിക്കാൻ പാടില്ലാത്തതാണ്. അത് വളരെ കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും അപകടകരമാണ് എന്ന ബോധനം അവരെ നയിക്കേണ്ടത്. സഹോദരങ്ങളെ, ദൈവവിശ്വാസത്തിൽ കലർപ്പില്ലാത്ത രൂപത്തിലുള്ള വിശ്വാസത്തിലും ധാർമ്മികതയിലും ഊന്നി മുന്നോട്ട് പോകുന്ന യുവതയ്ക്ക് മാത്രമേ, കൗമാരത്തിന് മാത്രമേ പ്രതീക്ഷയുള്ളൂ. നമുക്കറിയാം നമ്മുടെ നാട് സാധാരണഗതിയിൽ വികസിത രാജ്യങ്ങളോളം സമാനമായ രൂപത്തിൽ കേരളം എന്ന് സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിതിയിലാണെന്ന് പറയാം, അഭിവൃദ്ധിയിലാണെന്ന് പറയാം. പക്ഷേ ആത്മഹത്യയുടെ കണക്കെടുത്തു നോക്കൂ. കഴിഞ്ഞ 2025 300-ലധികം കുഞ്ഞുമക്കളാണ് ആത്മഹത്യയിൽ അഭയം കണ്ടെത്തിയത്. മാത്രമല്ല, നമ്മളുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സിൽ ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം ഇന്ന് 3-ാം സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയാണ് സമാധാനവും മനുഷ്യനാശ്വാസവും ഹാപ്പിനെസ്സും സന്തോഷവും ലഭ്യമാകുന്ന മൂല്യസങ്കല്പത്തെ തിരിച്ചു പിടിക്കേണ്ട, കുടുംബത്തെ വീണ്ടെടുക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമുള്ളത്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, പ്രവാചകനിലൂടെ മുന്നോട്ട് വെക്കുന്ന ദൈവികമായിട്ടുള്ള ബോധനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നന്മയുടെ ധർമ്മത്തിന്റെ പ്രസക്തി. അത്തരത്തിൽ ആ ദൈവബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, ദൈവത്തിന്റെ ശാസനകൾ സ്വീകരിച്ചുകൊണ്ട് ചിട്ടയും വ്യവസ്ഥയുമുള്ള ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ ധർമ്മബോധമുള്ള, പൗരബോധമുള്ള ഒരു സമൂഹം നാട്ടിലുണ്ടാകും. അത്തരത്തിലുള്ള ഒരു ചിന്തയുടെ, ഒരാലോചനയുടെ ഭാഗമായിട്ടാണ് ആ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് അരാജകവാദം തിരുത്തുക, ലഹരിയെ തുരത്തുക എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ISM ഇത്തരത്തിലുള്ള ഒരു യൂത്ത് കണക്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ആശയത്തെ, ഈ ആദർശത്തെ നാം ഏറ്റെടുത്തുകൊണ്ട് നമ്മളുടെ ഗ്രാമങ്ങളിലേക്ക് അത് എത്തിക്കുകയും അതിന്റെ വാഹകരും പ്രചാരകരുമായിട്ട് ഇതൊരു തുടർ പ്രവർത്തനമായി നിലനിർത്തുകയും ചെയ്യണം. സർവശക്തനായ അല്ലാഹു അത്തരത്തിലുള്ള ഒരു മൂല്യവത്തായിട്ടുള്ള കുടുംബ സങ്കല്പത്തിലേക്ക്, ധാർമ്മിക ജീവിതത്തിലേക്ക് തിരിച്ചു പോകുവാൻ
അവൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും.